ഫ്രണ്ട്സ്, ഞാൻ ശരണ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് പെറ്റ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ പെറ്റ്സിനെ ഇഷ്ടമാണ്. എനിക്ക് പെറ്റ്സിനെ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് 4 പൂച്ചയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പെറ്റ്സിനെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. പെറ്റ്സിനെ വളർത്തുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അവർക്കുള്ള വാക്സിൻ എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റാബിസ്, അതുപോലെ തന്നെ പാർവോ എന്നിവയിൽ നിന്നെല്ലാം ഇവയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എപ്പോഴും പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇവർക്ക് കൊടുക്കുന്ന പാത്രമൊക്കെ എപ്പോഴും ക്ലീൻ ആണോ നീറ്റാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ കൂടെ എപ്പോഴും നല്ല ക്ലീൻ ആണോ, അതുപോലെ എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടോ, വെയിലൊക്കെ അടിക്കുന്നുണ്ടോ, മഴവെള്ളം വീഴുന്നുണ്ടോ, ഇതെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ ഇവരുടെ ലീഷൊക്കെ എപ്പോഴും നോക്കണം കേട്ടോ. കഴുത്തിലെ ലീഷൊക്കെ ഇറുകി കിടക്കുന്നുണ്ടോ, ടൈറ്റാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇവരൊന്നും കെയർ ചെയ്യാതിരുന്നിട്ട് ലീഷൊക്കെ ഭയങ്കരമായിട്ട് ഇറുകിയിട്ട് കഴുത്തിൽ മുറിവൊക്കെ വരുന്ന സിറ്റുവേഷൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ വളർത്തു നായയെ പുറത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ലീഷ് കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതുപോലെ വയലൻ്റ് ആയിട്ടുള്ള ഡോഗ് ആണെന്നുണ്ടെങ്കിൽ മൗത്ത് ക്യാപ്പ് നമ്മൾ ധരിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ കുഞ്ഞു നായ്ക്കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇവർ വയലൻ്റ് ആവാനുള്ളൊരു സാധ്യതയും വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് മൈൻഡൊക്കെ കുറച്ച് കൂളായിട്ട് നിൽക്കുക. ഭയങ്കര കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങൊക്കെ ഈ റോഡ് വീലറിനൊക്കെ വളർത്തുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചില്ല. കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങിൽ മൈൻഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവരും പെട്ടെന്ന് വയലൻ്റ് ആവും കേട്ടോ. പിന്നെ വയലൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ തന്നെ സാധിക്കില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നാണ് നമ്മൾ ഡോഗ്സിന് കൊടുക്കേണ്ട സ്നേഹം. കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് അവർക്കുള്ള കരുതലെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് സ്കിൻ ഡിസീസൊക്കെ വന്നാൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. കാരണം ഇവർക്ക് ചൊറിച്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇത് ചെറിയ നിസ്സാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് പറ്റുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് അതങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ വന്നാൽ അത് നമ്മളെയും ബാധിക്കും. നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ദേഹത്തും ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കുഞ്ഞു പപ്പീസിനൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ മാക്സിമം അവരെ നന്നായിട്ട് കെയർ ചെയ്യുക, നന്നായിട്ട് കുളിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ ഹെയറൊക്കെ നന്നായിട്ട് ഉണക്കി കൊടുക്കുക, നന്നായിട്ട് ഹെയറൊക്കെ കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്ന് വെച്ചാൽ അവർ നമുക്ക് തിരിച്ചു തന്നത് അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ 4 പൂച്ചയുണ്ടെന്ന്. അതിൽ ഒരു പൂച്ച കിണറ്റിൽ വീണ കേട്ടോ. കിണറ്റിൽ വീണപ്പോൾ ഈ കിണറ്റി വീഴുന്നത് വരെയും പൂച്ച ഞങ്ങളുമായിട്ടൊന്നും ഒരു കമ്പനി ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടാൽ പുള്ളി ഭയങ്കര വയലൻ്റ് ആവും, കൈയൊക്കെ ഇങ്ങനെ മാന്തി പറിക്കും, അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ. ഈ പൂച്ച കിണറ്റിൽ വീണു, രാത്രിയാണ് വീണത്. ഞങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കിയിട്ട് പൂച്ച വരുന്നില്ല. ഏറ്റവും താഴെ തട്ടിൽ അങ്ങനെ ഒതുങ്ങി കിടക്കുകയാണ്. അപ്പോൾ കുറേ നോക്കി പറ്റുന്നില്ല. അപ്പോൾ കിണറ്റിൽ ഇറങ്ങാൻ ആളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രാവിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ വരെയും ഞാൻ ഈ പൂച്ചയ്ക്ക് കാവലിരുന്നു, വെട്ടമൊക്കെ അടിച്ചു, അതിൻ്റെ അടുത്തൊക്കെ ഈ സൗണ്ടൊക്കെ കേൾപ്പിച്ച് അവിടെ തന്നെ നിന്നു, കിണറ്റിന് ചുറ്റുപാടും തന്നെ നിന്നു. അങ്ങനെ രാവിലെ ആൾ വന്ന് കിണറ്റിൽ നിന്ന് പൂച്ചേനെ ഇറക്കി കേട്ടോ. അപ്പോൾ എടുത്തിട്ട് പൂച്ചേനെ എൻ്റെ കൈ തന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇതിനെ ടവലൊക്കെ ചെയ്ത് അതിന് ഫുഡൊക്കെ കൊടുത്തു. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ തന്ന പൂച്ചയാണ് ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. എന്നോട് വളരെ സ്നേഹമാണ്. ഇനി എപ്പോൾ വന്നാലും എനിക്ക് വേണ്ടി, ഞാൻ വരുന്നവരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും രാത്രി. അതുപോലെ എനിക്ക് ഉമ്മയൊക്കെ തരും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി സ്നേഹം തരാൻ അവർക്കാണ് കഴിയുക കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടി നമ്മുടെ സ്നേഹം അവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.